Welcome to BSC Physics. Paper 1, Mechanics and Properties of Matter. And this is the 45th lecture, Semester 1, Experiments on non-uniform bending and U-bending, uniform bending. Non-uniform bending and uniform bending experiments to determine Young's modulus of the material of a bar. And this is for BSc Main Physics, Chapter Unit 4, Elasticity, Paper 1, Mechanics and Properties of Matter, Semester 1. And the first one is experimental determination of Young's modulus using non-uniform bending. Non-uniform bending, central loading. In the case of non-uniform bending, we load at the center. അപ്പോൾ നോൺ യൂണിഫോം ബെൻഡിങ് ഉപയോഗിച്ചിട്ട് നമ്മൾ യങ്സ് മോഡുലസ് കാണുന്ന ഒരു മീറ്റർ സ്കെയിലിൻ്റെ യങ്സ് മോഡുലസ് കാണുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് പറയുന്നത്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് ചിത്രത്തിൽ കാണുന്നതാണ്. ആ ബാർ സിമെട്രിക്കായിട്ട്, ആ ബീം സിമെട്രിക്കായിട്ട് നമ്മൾ രണ്ട് നൈഫ് അടിച്ച് K1 K2 പുറത്ത് വെക്കും. എ ബി ആണ് സപ്പോർട്ടിങ് പോയിൻറ്റ്സ്. എ ബി അകലത്തെ എൽ എന്ന് വിളിക്കും. നടുക്ക് ഒരു സീൽ, നടുക്ക് സെൻറ്ററിൽ ഒരു പോയിന്റ് റിപ്പി മേൽപോട്ട് അങ്ങനെ വെച്ചിരിക്കും. താഴെ വെയിറ്റ് ഹാങ്ങർ ഇടും. വെയിറ്റ് ഹാങ്ങർ ഇട്ട് വെയിറ്റ് ആഡ് ചെയ്ത് അത് നമ്മൾ നോൺ യൂണിഫോമായിട്ട് ബെൻഡ് ചെയ്യും. ആ പോയിന്റിന് നേരെ, ആ ചിത്രത്തിലില്ല, പോയിന്റിന് നേരെ ഒരു ട്രാവൽ മൈക്രോസ്കോപ്പ് ഉണ്ട്. ട്രാവൽ മൈക്രോസ്കോപ്പ് സ്കെയിലും ഉണ്ട്. അപ്പോൾ ആ ട്രാവൽ മൈക്രോസ്കോപ്പ് നോക്കി നമുക്ക് റീഡിങ് എടുക്കാവുന്നതാണ്. അതിൽ തന്നെ സ്കെയിലുണ്ട്, അത് നോക്കി റീഡിങ് എടുക്കാം. അപ്പോൾ എന്താണ് എക്സ്പെരിമെൻ്റൽ ഡീറ്റെയിൽസ് എന്ന് നോക്കുക. ഇത് നോൺ യൂണിഫോം ബെൻഡിങ്, സെൻട്രൽ ലോഡിങ്. ഇപ്പോൾ സെൻട്രൽ ലോഡിങ് ആണ് ഒരു നോൺ യൂണിഫോം ബെൻഡിങ് എക്സ്പെരിമെൻറ്റിൻ്റെ പ്രത്യേകത. ദ ഗിവൺ ബാർ ഈസ് സിമെട്രിക്കലി സപ്പോർട്ടഡ് ഓൺ 2 നൈഫ് എഡ്ജസ് K1 and K2. 2 നൈഫ് എഡ്ജിൻ്റെ പുറത്ത് ഈ ബാറ് മിക്കവാറും മീറ്റർ സ്കെയിൽ, നമ്മൾ ലാബിൽ മീറ്റർ സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. അത് K1 K2 എന്ന് പറയുന്ന നൈഫ് എഡ്ജിൻ്റെ പുറത്ത് സപ്പോർട്ട് ചെയ്യുക. എ വെയിറ്റ് ഹാങ്ങർ ഈ സസ്പെൻഡഡ് ഫ്രം ദ സെൻട്രൽ സി ഓഫ് ദ ബീം. നടക്കുന്ന ഒരു വെയിറ്റ് ഹാങ്ങർ ഇടണം. A pin P is fixed vertically to C. A traveling microscope is focused onto the tip of the pin such that the horizontal cross wire coincides with the tip of the pin. അപ്പോൾ നമ്മൾ പിന്ന് നടുക്ക് അറേഞ്ച് ചെയ്യണം. അതിൻ്റെ ടിപ്പ് മേൽപോട്ടാക്കി അവിടെ ആ ടിപ്പിൽ നമ്മളൊരു ട്രാവലിംഗ് മൈക്രോസ്കോപ്പ്, ഒരു വെർനിയർ മൈക്രോസ്കോപ്പ് ഫോക്കസ് ചെയ്യണം. എന്നിട്ട് ടിപ്പ് ഓഫ് ദി പിൻ അതിൻ്റെ റീഡിങ് എടുക്കാവുന്നതാണ്. റീഡിങ് എടുക്കുന്ന രീതിയെല്ലാം നിങ്ങൾ പ്രാക്ടിക്കൽ ബുക്കിനകത്ത് കൊടുക്കും. MSR പ്ലസ് BC ഇൻറ്റു LC എന്നുള്ള ഫോർമുല വെച്ചിട്ടാണ് റീഡിങ് എടുക്കുക. അത് ആ പ്രാക്ടിക്കൽ ബുക്കിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, റീഡിങ് എടുക്കും എന്ന് പറഞ്ഞാൽ മതി. ഇനിയാണ് അതിൻ്റെ മെത്തേഡ്. The procedure. The beam is brought to its elastic mood by loading and unloading the weight hanger in steps for few times. ഇപ്പോൾ ലോഡിങ്ങും അൺലോഡിങ്ങും നടത്തി ആ ബീമിനെ നമ്മളൊരു ഇലാസ്റ്റിക് മൂഡിൽ കൊണ്ടുവരണം. അത് നമ്മൾ ക്യാൻഡിലിവറിലും പറഞ്ഞതാണ്. ഈ റിപ്പീറ്റഡ് ലോഡിങ് ആൻഡ് അൺലോഡിങ് വേണം. കാരണം ഇതിനെ ഒരു ഇലാസ്റ്റിക് മൂഡിലേക്ക്, ആ ബീമിനെ, ബാറിനെ ഇലാസ്റ്റിക് മൂഡിലേക്ക് കൊണ്ടുവരണം. അതിനൊരു വഴക്കം ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ ലോഡിങ് അൺലോഡിങ് കുറച്ച് പ്രാവശ്യം നടത്തുക. വിത്ത് ഡെഡ് ലോഡ് ലോൺ, ഒരു W0 എന്നൊരു വെയിറ്റ്, അതിൻ്റെ ആ വാല്യൂ നോട്ട് ചെയ്യേണ്ട, അതുകൊണ്ടാണ് ഡെഡ് ലോഡ് എന്ന് പറയുന്നത്. വിത്ത് ഡെഡ് വെയിറ്റ് ലോൺ ദ റീഡിംഗ് ഓഫ് ദി വെർട്ടിക്കൽ സ്കെയിൽ ഓഫ് ദി മൈക്രോസ്കോപ്പ് ഈസ് നോട്ടഡ് വെൻ ദി ഹോറിസോണ്ടൽ ക്രോസ് വയർ കോയിൻസൈഡ്സ് വിത്ത് ദി ടിപ്പ് ഓഫ് ദി പിൻ. മൈക്രോസ്കോപ്പിലെ ക്രോസ് വയർ ടിപ്പ് ഓഫ് ദി പിന്നുമായിട്ട് കോയിൻസൈഡ് ചെയ്യുമ്പോൾ ഡെഡ് വെയിറ്റ് ഇട്ട് നമ്മൾ റീഡിങ് എടുക്കണം. ദെൻ വെയ്റ്റ്സ് in 2m, 3m etc. are added. വെയ്റ്റ്സ് 2m, 3m. M എന്ന് പറയുന്നത് 50 ഗ്രാമായിട്ട് എടുക്കുന്നത്. അപ്പോൾ 100 ഗ്രാം, 150 ഗ്രാം അങ്ങനെ ഇട്ട് നമ്മൾ റീഡിങ് എടുക്കണം. Each time reading on the scale is noted. Weights are then removed in steps and the readings are again taken. The readings are tabulated as in the previous experiment, that is cantilever experiment. We have to draw a separate tabular column, and in that tabular column we have to record the readings. That is the meaning.
ദ മീൻ ഡിപ്രഷൻ ഫോർ എ ലോഡ് എം ഈസ് ഡിറ്റർമിൻഡ്. ലോഡ് ക്യാപിറ്റൽ എം. എം എന്നുള്ളത് നമ്മൾ മിക്കവാറും ഒരു 100 ഗ്രാമായിട്ടാണ് പ്രാക്ടിക്കലിന് എടുക്കുക. 2 സ്മോളമാണ് ഇവിടെ, പിന്നെ 2 × 50 ക്യാപിറ്റൽ എം 100 ഗ്രാം വരും, 100 ഗ്രാം. The mean depression for the load M is determined. The distance L between the knife edges, the breadth B and thickness D are also measured. അപ്പോൾ L A B അകലാണ്, നൈഫ് എഡ്ജ് തമ്മിൽ അകലാണ്. ബ്രെഡ്ത്ത് ബി മീറ്റർ സ്കെയിലിൻ്റെത് ഒരു വെർണിയർ കാലിപ്പേഴ്സ് ഉപയോഗിച്ചും അതുപോലെ തിക്നെസ് ഡി നമ്മളൊരു സ്ക്രൂ ഗേജ് വെച്ചും കണ്ടുപിടിക്കണം. And this is the calculation part. The depression at the middle of the bar is given by Z or delta. ഇവിടെ ഡെൽറ്റ എന്നാണ് സിമ്പിൾ ഉപയോഗിക്കുന്നത്. Z എന്നാണ് നമ്മുടെ തിയറിയിൽ പറഞ്ഞിരുന്നത്. എങ്ങനെ വേണമെങ്കിൽ സിമ്പിൾ പറയാം. Z എന്നോ ഡെൽറ്റ എന്നോ എച്ച് എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ ഡെൽറ്റ എന്ന് എഴുതി, Z എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. WL3/48k², that is W is mg. mg^4bd³ into y. Therefore y is equal to mgl^4bd³ delta or z. അപ്പോൾ ഈ ഫോർമുല നമ്മൾ നേരത്തെ എഴുതി പഠിച്ചതാണ്. അപ്പോൾ ഫോർമുല നേരിട്ട് കൊടുത്താൽ മതി, നമുക്ക് യങ്സ് മോഡുലസ് കിട്ടും. ഫ്രം ദിസ് ഇക്വേഷൻ ദ യങ്സ് മോഡുലസ് y ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ ബീം ഈസ് കാൽക്കുലേറ്റഡ്. ടാബുലർ ഫോം വേണമെങ്കിൽ വരയ്ക്കാം. ആ പ്രാക്ടിക്കൽ ബുക്ക് നോക്കി ഒരു ടാബുലർ കോളം പഠിച്ചിട്ട് ഇവിടെ വരയ്ക്കുകയും ചെയ്യാം. അതാണ് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. ഇനി സെക്കൻഡ് എക്സ്പെരിമെൻറ്റ്. എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ യങ്സ് മോഡുലസ് ബൈ യൂണിഫോം ബെൻഡിങ്. ഇപ്പോൾ യൂണിഫോം ബെൻഡിങ്ങിൻ്റെ ഡയഗ്രാം നിങ്ങൾ ഓർക്കുക. ഒരു ബാർ സിമെട്രിക് ആയിട്ട് എ ബി നൈഫ് എഡ്ജിൻ്റെ പുറത്ത് വെക്കും. എ ബി ആണ് ലെങ്ത് ഓഫ് ദി ബാർ. പി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. അവിടെ പിൻ നമ്മൾ ഫിക്സ് ചെയ്യണം മേൽപോട്ട്. പിന്നെ സി ഡിയിൽ ഒരറ്റത്ത് സി ഡിയിൽ 2 വെയിറ്റ് ഹാങ്ങർ ഇടണം. എ സി അതുപോലെ ബി ഡി ദൂരം പി ആണ്. പി മിക്കവാറും 10 സെൻറ്റിമീറ്ററാണ്. എ ബി നമ്മളൊരു 40 സെൻറ്റിമീറ്റർ എടുത്താൽ പി ഒരു 10 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. അപ്പം അങ്ങനെയാണ് ഈ ബാർ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ അറ്റങ്ങൾ ലോഡ് ചെയ്യുമ്പോൾ, അരികിൽ ലോഡ് ചെയ്യുമ്പോൾ ഇതിന് ഒരു സെൻറ്റർ എലിവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡിപ്രഷന് പകരം ഇവിടെ എലിവേഷൻ എന്നാണ് വിളിക്കുന്നത്. എലിവേഷനാണ് ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് ടിപ്പ് ഓഫ് ദ പിന്നിൽ ഫോക്കസ് ചെയ്ത് എടുക്കുക. സോ ദിസ് ഈസ് ദ ഡയഗ്രാം ഓഫ് ദി എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഫോർ യൂണിഫോം ബെൻഡിങ് ആൻഡ് ബി ആർ 2 knife edges. A bar beam is symmetrically placed, usually a meter scale. C and D are 2 points symmetrically situated from knife edges. The weight hangers are suspended there. PP is the distance between one knife edge and one weight hanger, and also other knife edge and weight hanger. The distance AB is L. The distance AC and BD we take as P. The distance P is important in this case. No such measurement of P in the non-uniform bending experiment. And you see the procedure. The given bar is supported vertically on 2 knife edges A and B. 2 equal weight hangers are suspended so that their distance from the knife edges are equal. A pin P is fixed vertically at the middle of the bar. അപ്പോൾ ബാറിൻ്റെ നടുവിൽ നമ്മൾ പിൻ മേപ്പോട്ടായിട്ട് ഫിക്സ് ചെയ്യണം. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. ഇവിടെ 2 വെയിറ്റ് ഹാങ്ങർ വേണം എന്നുള്ളതാണ് വ്യത്യാസം. The bar is brought in to its elastic moved by repeated loading and by adding and removing weights in steps. നമ്മൾ പറഞ്ഞതാണ് നേരത്തെ, ഇത് എപ്പോഴും വേണം ഇത്തരം പരീക്ഷണങ്ങളിൽ. A microscope is focused onto the pin so that the pin is seen clearly. ആ പിൻ ഫോക്കസ് ചെയ്യണം മൈക്രോസ്കോപ്പിൽ, ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൽ റീഡിംഗ് എടുക്കാനായിട്ട്.
with equal dead loads. On the hangers, the microscope is adjusted so that tip of the pin coincides with the horizontal crosswire. The reading on the vertical scale of the microscope is noted. Equal weights M, 2M, 3M, etc. are added to the weight hangers. രണ്ട് വെയിറ്റ് ഹാങ്ങറിലും നമ്മൾ 100, 150, 200 ഇങ്ങനെ 50 ഗ്രാം പടിപടിയായിട്ട് വെച്ച് കൂട്ടി റീഡിംഗ് എടുക്കണം. And in each case, the reading of the scale is noted. Weights are then removed in steps. Noting the reading on the scale in each case, the results are tabulated as in experiment 1. That is Gallivore experiment. You have to draw a separate tabular column by looking the practical handbook. The tabulation can be written in the theory paper also. You can draw the tabulation column in the theory paper also. For that, you refer the practical handbook and copy down the tabulation here. The tabulation is not given here. You can draw it here. When you write a note, you draw the tabular column also. The mean elevation, here it is elevation. Z we say elevation. H for a load M. M is usually 100 gram. M is determinant. Then comes the calculation part. The distance L between the knife edges and the distance P between the knife edge and the hanger, weight hanger, and the weight hanger, the breadth B and thickness D of the beam are measured. എല്ലാം അളക്കണം. നേരത്തെ പറഞ്ഞ പോലെ ബ്രെഡ്ത്ത് ബി നമ്മൾ വെർനിയർ കാലിപ്പേഴ്സ് ഉപയോഗിച്ചും thickness D സ്ക്രൂ ഗേജ് വെച്ചും കണ്ടുപിടിക്കണം. Calculation. The elevation of the middle point is given by H. Z here we call as H. H is W PL square by 8 by AK square, that is 3 by 2 mg PL square by Y BD cubed, because W is mg and AK square is BD cubed by 12. On putting the values, we get like this. Therefore, Y is equal to 3 by 2 mg PL square by BD cubed H. L square P by H we take as a single term, others are constants, and in the experiment we actually calculate the mean value of PL square by H. In the practical, we find the mean value of PL square by H by taking a different length. Mg and BD cubed are constants for a particular experiment. Substituting the measured values, Y can be calculated. അപ്പോൾ എല്ലാ വാല്യൂം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പം ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു എസ് എ ക്വസ്റ്റൻ ആയിട്ട് എക്സ്പെരിമെൻ്റ് ആയിട്ട് ചോദിക്കാം. ഇപ്പോൾ ഫോർമുല പഠിക്കുക, ഡയഗ്രം ഓർക്കുക എന്നുള്ളതാണ് കാര്യം. ഇതാണ് ക്വസ്റ്റൻ. ഡിസ്ക്രൈബ് എക്സ്പെരിമെൻറ്റ് ടു ഡിറ്റർമിൻ യങ്സ് മോഡുലസ് ബൈ എ U-bending, B U-bending. U-bending means non-uniform bending. U-bending means uniform bending. ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി ചോദിക്കുക എസ് എ ആയിട്ട്. And that is all with your 45th lecture on paper 1, mechanics and properties of matter. Thank you very much.